ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ 30 ഭീകരരെ തീവ്രവാദികളെ നമ്മൾ കൊലപ്പെടുത്തിയിരിക്കുന്നു. 50-ലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതേസമയം ഭീകര കേന്ദ്രങ്ങൾ തകർക്കപ്പെടുമ്പോൾ എന്തിന് പാകിസ്ഥാന് പ്രകോപനം എന്നതായിരിക്കും ലോകരാജ്യങ്ങളും ചോദിക്കുക. പി ബസ് തുടരുന്നുണ്ട്. ബസ് അതിർത്തിയിലെ സ്ഥിതി ഇപ്പോൾ എങ്ങനെ സംഘർഷഭരിതമായി മുന്നോട്ട് പോകുന്നു? ഇന്ന് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള മന്ത്രിസഭാ ഉപസമിതിയും മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ടല്ലോ. ഇന്നത്തെ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് ഇനി കൂടുതലായി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിർത്തിയിലെ സ്ഥിതി ഉൾപ്പെടെ? രതീഷ്, ഏറ്റവും കൂടുതൽ സംഘർഷം ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം. കശ്മീരിലെ ആകാശത്ത് ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങളൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ വലിയ തോതിൽ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിട്ടുണ്ട്, വലിയ തോതിൽ ഷെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് 3 വീടുകൾ തകർന്നിട്ടുണ്ട്, 3 സിവിലിയന്മാർ, ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യൻ സൈന്യം കനത്ത തോതിൽ തിരിച്ചടിക്കുന്നുമുണ്ട്. അന്താരാഷ്ട്ര അതിർത്തി, അതായത് അതിർത്തിയിൽ ഇന്ത്യൻ സേന പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. അതായത് പാകിസ്ഥാനിലേക്ക് കടന്നു തന്നെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നുള്ള വിവരം പാകിസ്ഥാന് സ്ഥിരീകരിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും മേഖലകളിലാണ് ഇന്ത്യ കടന്നു കയറി ആക്രമണം നടത്തിയത് എന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ അതിർത്തി കടന്ന് അപ്പുറത്ത് ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയുടെ 3 സേനകളുടെയും സംയുക്തമായ ഒരു ഓപ്പറേഷനാണ് നടന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് 10 മണിക്ക് സേനാ ആസ്ഥാനത്തുണ്ടാവും. അതിനുശേഷം കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതിയും അതിനുശേഷം യോഗം ചേരുന്നുണ്ട്. അതിനിടെ ഈ പെഹൽഗാമുമായി ബന്ധപ്പെട്ട തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒരു സർവകക്ഷി യോഗം വിളിക്കുന്ന കാര്യവും ഇപ്പോൾ സർക്കാരിൻ്റെ ആലോചനയിലുണ്ട്. വരും ദിവസങ്ങളിൽ അതുണ്ടാവും. ഏതായാലും സംഘർഷം മൂർച്ഛിക്കുന്നു എന്ന് തന്നെ പറയാം. പെഹൽഗാമിൽ 26 പേരുടെ ചോരയ്ക്ക് ഇന്ത്യ പകരം ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇത് യുദ്ധത്തിലേക്ക് നീങ്ങും എന്നുള്ള ഒരു വിലയിരുത്തൽ ഒരു ഭാഗത്തുണ്ട്. ഇന്ത്യ അതേസമയം ഇത് വലിയ തോതിൽ അത് ഉയർത്തരുത്, അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കി. ഭീകര കേന്ദ്രങ്ങളാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടത്, അതായത് മസൂദ് അസറിൻ്റെയും ഹഫീസ് സെയ്ദിൻ്റെയും നേതൃത്വത്തിലുള്ള ഭീകര കേന്ദ്രങ്ങളാണ് ഞങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമിച്ചത്. 9 ഇടങ്ങൾ ഞങ്ങൾ കൃത്യമായി തകർത്തിട്ടുണ്ട് എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു. മുസാഫറാബാദിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. പൂർണ്ണമായും തകർക്കപ്പെട്ട മേഖലകളാണത്. അതായത് ഈ ഭീകര കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ സ്കാൽപ്, ഹമ്മർ മിസൈലുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് ഇന്ത്യ നൽകിയിരുന്നു. ഈ ഭീകര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണം, ഭീകരത കയറ്റുമതി ചെയ്യുന്ന ഈ നടപടി നിർത്തിവെക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടും കേൾക്കാതെ തുടരുന്ന ആ ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതിശക്തമായി തന്നെ ഇന്ത്യ മുന്നോട്ട് പോകും, പിന്നോട്ടില്ല എന്നുള്ള സൂചന തന്നെയാണ് സേനാവൃത്തങ്ങൾ നൽകുന്നത്. ഇത് അവസാനിപ്പിക്കുന്നത് വരെ ഇത് തുടരുകയും ചെയ്യും. പാകിസ്ഥാൻ വെള്ളവും വളവും കൊടുത്ത് ഇന്ത്യക്കെതിരെ പാലൂട്ടി വളർത്തുന്ന ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അതിശക്തമായ ആക്രമണമാണ് ഇന്ത്യൻ സംയുക്ത സേനാ ഓപ്പറേഷന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിലെ വിവിധ ദൃശ്യങ്ങൾ വരുമ്പോൾ തകർക്കപ്പെട്ട് കിടക്കുന്ന നിലയിൽ തിരിച്ചടിയുടെ ആഘാതം വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ മറുപടി അത് പാക് അതിർത്തി കടന്ന് ഇന്ത്യൻ സേനയുടെ ആക്രമണമായിരുന്നു. പാക് അധീന കശ്മീരിലും ഉൾപ്പെടെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത്. 30 ഭീകരർ കൊല്ലപ്പെട്ടു, 55 പേർക്ക് പരിക്ക് പറ്റി. അതിനിടയിൽ അതിർത്തിയിൽ കനത്ത ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. അതിർത്തിയിൽ കനത്ത തിരിച്ചടി പാക് ആക്രമണത്തിനെതിരെ ഇപ്പോൾ ഇന്ത്യൻ സേനകൾ നൽകുകയാണ്. എന്തിനും തയ്യാറായി തന്നെ സേനാ വിഭാഗങ്ങളുണ്ട്. പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്നു. സംയുക്ത വാർത്താ സമ്മേളനം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടും ഇന്ന് ഉണ്ടാകാൻ പോകുകയാണ്.